ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി കണ്ടാലോ? പെർഫെക്റ്റ് ഒന്നുമല്ല, എന്നാലും എൻ്റേതായ രീതിയിൽ ഉണ്ടാക്കുന്ന ചോക്ലേറ്റ് കേക്ക്. ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഞാൻ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുന്നത്. മുട്ട, പാല്, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, സൺഫ്ലവർ ഓയിൽ, മൈദ, കൊക്കോ പൗഡർ, വാനില എസൻസ്, ഇത്രയും ഇൻഗ്രീഡിയൻസാണ് ഞാൻ ആഡാക്കുന്നത്. 5 മുട്ടയാണ് ഞാൻ കേക്കിന് വേണ്ടിയിട്ട് എടുത്തത്. കുറേ ദിവസമായി ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് അപ്ലോഡാക്കാൻ ലേറ്റായൊരു വീഡിയോ ആണ് കേട്ടോ. കുറച്ച് തിരക്കുകൾ കൊണ്ട് വീഡിയോസ് ഒന്നും അപ്ലോഡാക്കാനും എഡിറ്റ് ചെയ്യാനും ടൈം കിട്ടിയിട്ടില്ല. അതിലേക്ക് വാനില എസൻസ് ആഡ് ചെയ്തിട്ട് കുറച്ച് സമയം ബീറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ പൊടിച്ച പഞ്ചസാര ആഡാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഗ്രീഡിയൻസിൽ പൊടിച്ച പഞ്ചസാര പറയാൻ വിട്ടുപോയി, സോറി. അപ്പോൾ പൊടിച്ച പഞ്ചസാരയും കൂടി ആഡാക്കിയിട്ട് ഞാൻ ബീറ്റർ യൂസ് ചെയ്യാൻ മടിച്ചിട്ട് വിസ്ക് വെച്ചാണ് ബീറ്റ് ചെയ്തത്. ലാസ്റ്റ് പൊടിച്ച പഞ്ചസാര ഞാൻ ഇളക്കി കൊടുത്തിട്ട് അത് കട്ട പിടിക്കുന്നത് കൊണ്ട് ഞാൻ ബീറ്റർ തന്നെ യൂസ് ചെയ്യേണ്ട അവസ്ഥ വന്നിരുന്നു. എൻ്റെ ഓൺ വോയിസിൽ ബാക്ക്ഗ്രൗണ്ട് കുട്ടികളെ സൗണ്ട് വല്ലാണ്ട് കേൾക്കുന്നുണ്ട്. അത് കുട്ടികൾ കളിക്കുന്നുണ്ട്. എത്ര സൗണ്ട് എടുക്കില്ല എന്ന് പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ല, കുട്ടികളല്ലേ. അപ്പോൾ ഞാൻ ലാസ്റ്റ് ബീറ്റ് ചെയ്ത് നല്ല ഫ്ലഫി ആയതിന് ശേഷമാണ് അതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡാക്കിയത്. ഫ്ലഫി ആകുന്നത് വരെ നല്ലോണം ബീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് മൈദയും കൊക്കോ പൗഡറും ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് വിസ്ക് കൊണ്ട് ബീറ്റ് ചെയ്തെടുത്ത്. കുറച്ച് ദിവസങ്ങളായി ഞാൻ വീഡിയോ എടുക്കുകയോ അപ്ലോഡ് ചെയ്യുകയോ ഒന്നും ചെയ്യാത്തത്. കുറച്ച് ഹോസ്പിറ്റൽ കേസ് വന്നിരുന്നു, മോൾക്ക് സുഖമില്ലേനു. അതുകൊണ്ട് എനിക്ക് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്നോട് കുറച്ച് പേര് മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു, എന്നാ വീഡിയോ ഇടാത്തതെന്ന് ചോദിച്ചു. അത് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ യുവർ സപ്പോർട്ട്. അപ്പോൾ ബാക്ക് ടു കേക്ക്. കൊക്കോ പൗഡറും മൈദയൊക്കെ ആഡാക്കിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് പാലും കൂടി ആഡാക്കിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ഈ കേക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ മോളൊരു ചോക്ലേറ്റ് പുഡിങ്ങിന് പറഞ്ഞിട്ട് പുഡിങ് മാറ്റിയിട്ട് കേക്കാക്കി മാറ്റിയതാണ് ഞാൻ. പുഡിങ് ആക്കുമ്പം തണുപ്പല്ലേ, കുട്ടികൾക്കെല്ലാം തണുപ്പ് പിടിച്ച ടൈം ആയതുകൊണ്ട് തണുപ്പല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ കേക്കാക്കിയിട്ട് കൊടുത്തതാണ്. അപ്പോൾ പാൻ വെച്ച്, നോൺ സ്റ്റിക്ക് പാനാണ് ഞാൻ യൂസ് ആക്കുന്നത്. ആ പാൻ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് ബട്ടർ ആഡാക്കിയിട്ട് അതിലേക്ക് നമ്മൾ ഈ ആക്കി വെച്ച ബാറ്റർ ആഡാക്കുക. എൻ്റെ കയ്യിൽ ബട്ടർ ഉള്ളതുകൊണ്ട് ഞാനത് ആഡാക്കിയെന്നുള്ളൂ. സൺഫ്ലവർ ഓയിൽ യൂസ് ആക്കുക കേട്ടോ. അങ്ങനെ ആ ബാറ്റർ അതിലേക്ക് ആഡാക്കിയതിന് ശേഷം മൂടി വെക്കുക. ഒരു 20-25 മിനിറ്റോ കൊണ്ട് കേക്ക് അവിടെ നിന്ന് ബേക്കാവും. അപ്പം ഇത് ഒരു കാലത്ത് ഞാൻ ഭയങ്കര കേക്ക് ആക്കുന്ന സെയിൽ ചെയ്യുന്നതെല്ലാം ഇതിലുണ്ടായിരുന്നു എനിക്ക്. ഞാൻ ആ കാലം വിട്ടത് തന്നെ ഇതിൻ്റെ ക്ലീനിങ്ങും ഇതൊക്കെ വിചാരിച്ചിട്ട് ഒഴിവാക്കിയതാണ്, മടുത്തിട്ട് ഒഴിവാക്കിയത്. എനിക്കിപ്പം എല്ലാ ആവശ്യത്തിനും, അതായത് ബർത്ത്ഡേന് ഇതിനൊക്കെ പുറത്തുനിന്ന് വാങ്ങല. ആദ്യമൊക്കെ മക്കളെ ബർത്ത്ഡേയിലും വരുമ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കൽ. അതിൻ്റെ ഇടയിൽ നല്ല മഴ പെയ്യുന്നുണ്ട്. ഉമ്മ മഴ കണ്ടേരം കോളിഫ്ലവറും പൊട്ടറ്റോ എല്ലാം ബജിയാക്കാൻ ഇങ്ങനെ അതിൻ്റെ ഇതിൽ അതും നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ 2 മഴയെല്ലാം കണ്ട് വരുമ്പോഴേക്ക് എൻ്റെ കേക്ക് ഇവിടെ ബേക്കായിട്ടുണ്ട്. നല്ലോണം വെന്തിട്ട് നല്ല ബേക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേലയിൽ ഞാൻ ക്രീം ആഡാക്കാണ്ട് ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ചോക്ലേറ്റ് ഗനാഷ് ആക്കാൻ വേണ്ടി കുറച്ച് വിപ്പിംഗ് ക്രീമും പിന്നെ ഡാർക്ക് ചോക്ലേറ്റും ആഡാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനെടുത്ത വിപ്പിംഗ് ക്രീം സത്യം പറഞ്ഞാൽ കുറച്ച് കൂടിപ്പോയി. അപ്പോൾ ഗനാഷ് ആക്കിയാലും അത് നല്ല ലൂസായിപ്പോയിനേനും. പിന്നെ ഞാനത് ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റാക്കിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് അതിലേക്ക് ആഡായി കൊടുത്തത്. ലൂസായിരുന്നു. ഞാൻ എൻ്റെ മോളോട് പറഞ്ഞ് മൊത്തത്തിൽ ഫ്ലോപ്പായിട്ടുണ്ട്, അവളിന്ന് ഇതാക്കി. അത് നല്ല മെൽട്ടായതിന് ശേഷം ഞാൻ വിചാരിച്ചത് എന്തായാലും ടൈറ്റ് ആവില്ല എന്നെല്ലാം വിചാരിച്ച്. അതിൻ്റെ ഇടയിൽ ഉമ്മാനെ മോളുണ്ട് സോസെല്ലാം വെച്ചിട്ട് പിന്നെ കോളിഫ്ലവർ പൊരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനാക്കുന്ന കേക്കിലും കുറേ എൻ്റെ മോള് ഹെൽപ്പ് ചെയ്ത് നിന്നിട്ട്. അവൾക്ക് സ്വന്തമായിട്ട് ആക്കണം എന്നേനു ആഗ്രഹം. പക്ഷേ എന്തായാലും ഫസ്റ്റ് ഇതാവും വിചാരിച്ച് കുറച്ച് അവൾക്ക് കാണിച്ചു കൊടുത്ത് ബാക്കിയെല്ലാം അവൾ
ഇതാക്കുക ചെയ്തത്. അതിൻ്റെ ഇടയിൽ ഇതാ ഉമ്മ പൊരിക്കാൻ വേണ്ടിയിട്ട് എണ്ണയിലൊഴിച്ച് പൊട്ടറ്റോ ഫസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പൊട്ടറ്റോ ബജ്ജിയും കോളിഫ്ലവറും നല്ല രസം. അതും പ്രത്യേകിച്ച് നല്ല മഴയുള്ള ടൈമിന് പൊരിച്ചത് കഴിക്കാൻ നമുക്ക് നല്ല ടേസ്റ്റ് അല്ലേ. അങ്ങനെ ഞാനും കുട്ടികളെല്ലാം ഇരുന്ന് സോസും കൂട്ടിയിട്ട് പൊട്ടറ്റോ ഫ്രൈ ചെയ്തെല്ലാം അതിൻ്റെ ഇടയിൽ ഉമ്മ അരി പൊടിക്കാൻ വേണ്ടി അരിയെല്ലാം കഴുകി ഉണക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ കേക്ക് ബേക്കായത് എടുത്ത് നോക്കി നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത, നല്ല സോഫ്റ്റ് അല്ല, അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് സോഫ്റ്റായിന്. അതിൻ്റെ മേലിലേക്ക് അത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ നടുവിലും കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് മെൽറ്റ് ചെയ്തത് ഒഴിച്ചു കൊടുത്ത് പിന്നെ അതിൻ്റെ മുകളിലേക്കും ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ ബാക്കി അലങ്കാരപ്പണിയെല്ലാം എൻ്റെ മുകളിൽ ചെയ്തിട്ടുണ്ട്. മേലെ ഒഴിച്ചു കൊടുത്ത് അപ്പോൾ ഫ്രീസറിൽ നിന്ന് എടുത്ത് കുറച്ച് ടൈറ്റായി വന്ന ചോക്ലേറ്റ് ഗനാഷ് അതിലേക്ക് ഒഴിച്ചതിന് ശേഷം കുറച്ച് ലൂസായി വന്നു കേട്ടോ. പിന്നെ കുറച്ച് ചോക്കോ ചിപ്സും കൂടി ഇട്ട് അതിനെ കുറച്ച് അലങ്കരിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കഴിക്കാൻ കുഴപ്പമില്ലായിരുന്നു, എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ഉണ്ടാക്കലും കട്ട് ചെയ്യലും കേക്കലും എല്ലാം ഒന്നിച്ചേനും. ചോക്ലേറ്റ് ഗനാഷ് ലൂസായതുകൊണ്ട് ഇതാ മെൽട്ടായിട്ട് ഫുള്ള് ഒലിച്ച് താഴെ വന്നിട്ട്. ഈ വീഡിയോയിൽ ഞാൻ സ്പീഡ് കൂട്ടാണ്ടാണ് വോയിസ് ഓവർ കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ വോയിസ് കൊടുക്കുന്നതാണോ സ്പീഡ് കൂട്ടിയിട്ട് വോയിസ് കൊടുക്കുന്നതാണോ നല്ലതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഇൻഷാ അല്ലാഹ്. ടാറ്റ ബൈ ബൈ.